നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. കല്ലൂർ ആലങ്ങാടിൽ വീട്ടുകിണർ ഇടിഞ്ഞു താണു. ഇതേ തുടർന്ന് കിണർ ഉപയോഗശൂന്യമായി. കൈപ്പിള്ളി വേലായുധന്റെ വീട്ടുകിണറാണ് ഇടിഞ്ഞത്. ബുധനാഴ്ച രാവിലെ 9 മണിയോടെ കിണറിന്റെ വീടിനോട് ചേർന്ന ഒരു വശം ഇടിഞ്ഞു താഴുകയായിരുന്നു. കിണറിലെ വശങ്ങളിലെ മണ്ണിനൊപ്പം റിങ്ങും ഇടിഞ്ഞിറങ്ങി. കിണർ ഇടിഞ്ഞതോടെ കിണറിനോട് ചേർന്ന വേലായുധന്റെ വീടിന്റെ ചുമരിൽ വിള്ളൽ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, പഞ്ചായത്ത് അംഗം KK സലീഷ്, വില്ലേജ് ഓഫീസർ എന്നിവർ സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പഞ്ചായത്തിലെ വാർഡ് 8 ആലങ്ങാട് ദേശത്തുള്ള കൈപ്പിള്ളി വേലായുധന്റെ വീട്ടുകിണറാണ് ഇന്നലെയും മിഞ്ഞാത്തൊക്കെ മഴയുടെ ഭാഗമായിട്ട് ഇടിഞ്ഞു വീണിരിക്കുകയാണ്. ഇത് 3 വീട്ടുകാർ കുടിവെള്ളം ഉപയോഗിക്കുന്ന കിണറാണ്. മാത്രമല്ല ഇപ്പോൾ വീടിന് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. വീടിൻ്റെ തറയുടെ ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞു വീണ് എടുക്കുന്നുണ്ട്. വീടിന് ഒരു വിള്ളൽ, ഇപ്പോൾ വീടിനോട് ചേർന്ന് വിള്ളലുണ്ടായിട്ടുണ്ട്. ചുമരൊക്കെ അടുക്കള ഭാഗം ഇടിഞ്ഞു വീഴുന്ന തരത്തിൽ വിള്ളലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ അപകട ഭീഷണിയായിട്ട് നിൽക്കുന്ന ഒരു കിണർ തന്നെയാണ്. അടിയന്തര സഹായത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ വില്ലേജ് ഓഫീസർക്കും അതുപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് AEക്ക് ഉൾപ്പെടെ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ റപ്പായേൽ മാലാഖയുടെ തിരുനാളിന്റെ ഭാഗമായുള്ള ദീപാലങ്കാരങ്ങൾ ഇന്ന് മിഴി തുറക്കും. വൈകിട്ട് 7-ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കും. വൈകിട്ട് 4-ന് ആഘോഷമായ കുർബാന, തുടർന്ന് മാലാഖയുടെ ദാസിദാസന്മാരെ വാഴിക്കുന്ന ശുശ്രൂഷകൾ നടക്കും. തുടർന്ന് ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ നടക്കും. വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 4-ന് പൊന്തിപ്പിക്കൽ കുർബാനയ്ക്ക് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികനായിരിക്കും. തുടർന്ന് കൂടുതുറക്കൽ ശുശ്രൂഷകൾ നടക്കും. വിശുദ്ധ റപ്പായേൽ മാലാഖയുടെയും മറ്റ് മാലാഖമാരുടെയും തിരുസ്വരൂപങ്ങൾ പ്രത്യേകം തയ്യാറാക്കിയ പവലിയനിലേക്ക് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ എഴുന്നള്ളിച്ച് വെക്കുന്നതോടെ തിരുനാളിന് തുടക്കമാകും. വൈകിട്ട് കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് ശേഷം സൗജന്യ നേർച്ച ഭക്ഷണം വിതരണം ആരംഭിക്കും. രാത്രി 10 വരെ ഭക്ഷണം വിതരണം ചെയ്യും. തിരുനാൾ ദിനമായ വെള്ളിയാഴ്ച രാവിലെ 6 മുതൽ കുർബാനകൾ ഉണ്ടായിരിക്കും. 10-ന് ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് മോൻ ജോസ് കോനിക്കര മുഖ്യ കാർമ്മികനായിരിക്കും. ഫാദർ ജോൺസൺ അന്തിക്കാട് തിരുനാൾ സന്ദേശം നൽകും. തിരുനാൾ ദിനത്തിൽ രാവിലെ 8-ന് ആരംഭിക്കുന്ന നേർച്ച ഭക്ഷണ വിതരണം ഉച്ചകഴിഞ്ഞ് 2:30 വരെ ഉണ്ടായിരിക്കും. 1 ലക്ഷം പേർക്കാണ് ഈ വർഷം നേർച്ച ഭക്ഷണം ഒരുക്കുന്നത്. ഉച്ചകഴിഞ്ഞ് 3-ന് ഇടവകയിലെ വൈദികർ ചേർന്ന് അർപ്പിക്കുന്ന കുർബാന, തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം. വൈകിട്ട് 7-ന് പള്ളിയിൽ സമാപിക്കുന്നതോടെ തിരുനാളിന്റെ പ്രധാന ചടങ്ങുകൾ പൂർത്തിയാകും. 26 മുതൽ 8-ാം ഇടം വരെ എല്ലാ ദിവസവും കലാസാംസ്കാരിക പരിപാടികൾ അരങ്ങേറും. 30-ന് വൈകിട്ട് പള്ളിയിലെ മുൻ ഗായക സഹാംഗങ്ങളുടെ സംഗമവും ദൈവദൂതരോടൊപ്പം ഔസേപ്പച്ചനും എന്ന പരിപാടി അരങ്ങേറും. എല്ലാ വർഷവും ഒക്ടോബർ മാസം 23, 24 തീയതികളിലാണ് വിശുദ്ധ റപ്പായേൽ മാലാഖയുടെ തിരുനാൾ ആഘോഷിക്കുന്നത്. ഈ ദിവസങ്ങളിൽ തിരുനാളിൻ്റെ ഒരുക്കങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 23-ാം തീയതി ഉച്ചകഴിഞ്ഞ് 4 മണിക്കാണ് കൂട് തുറക്കൽ ശുശ്രൂഷ നടക്കുന്നത്. കേരളത്തിലെ പ്രസിദ്ധമായ ചിന്നറൂമ എന്നറിയപ്പെടുന്ന സെന്റ് ആന്റണീസ് പള്ളിയുടെ സെന്റ് റാഫേൽ മാലാഖയുടെ 189ാമത്തെ തിരുനാൾ ആഘോഷങ്ങളുടെ വിശുദ്ധ റപ്പായേൽ മാലാഖയുടെ തിരുനാളോടനുബന്ധിച്ച് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ തിരുനാളിൻ്റെ ഒരുക്കങ്ങൾക്കായിട്ടും നിയന്ത്രണത്തിനായിട്ടും 501 അംഗ വളണ്ടിയർ കമ്മിറ്റി തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇടവകയിലെ കുടുംബാംഗങ്ങളിൽ നിന്നാണ് ഇവരെയൊക്കെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. വിശുദ്ധ റപ്പായേൽ മാലാഖയുടെ 2025 തിരുനാളുടെ ഒരുക്കമായിട്ടുള്ള മഹാകൂട്ടിൻ്റെ ഒരുക്കങ്ങൾ ഞങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ 9 ചൊവ്വാഴ്ച ആചരണങ്ങൾ നടന്നു കഴിഞ്ഞു. ഇനി മഹാകൂട്ടും 8-ാം ഇടമാണ്. മഹാകൂട്ട് 23, 24 തീയതികളിൽ 1 ലക്ഷത്തിൽ പരം ആളുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അവർക്ക് നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കുക. പുതുക്കാട് സെന്റർ വികസനത്തിനായി ദേശീയപാത അതോറിറ്റി ഏറ്റെടുത്ത കെട്ടിടത്തിലെ അനധികൃത കയ്യേറ്റത്തിനെതിരെ മനുഷ്യാവകാശ സംഘടനയായ HRPMന്റെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം നടത്തി. നീതിയുടെ നിലവിളി എന്ന പേരിൽ നടത്തിയ ഉപവാസ സമരം
ജീവകാരുണ്യ പ്രവർത്തകൻ സുധീർ പട്ടാമ്പി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PB ബൈജു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ചെയർമാൻ ജോൺസൺ പുല്ലുത്തി, SC/ST വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് കുമാരൻ പോത്തിക്കര, വൈസ് ചെയർമാൻ മുഹമ്മദ് ബഷീർ സൈനി, രാജൻ കുട്ടമംഗലം, വിജു തച്ചങ്കുളം എന്നിവർ പ്രസംഗിച്ചു. 3.48 കോടി രൂപ നൽകി ദേശീയപാത അതോറിറ്റി ഏറ്റെടുത്ത കെട്ടിടത്തിൽ ഉടമകൾ അനധികൃതമായി സ്ഥാപനങ്ങൾ നടത്തുകയാണെന്ന് HRPM ആരോപിച്ചു. ഇന്നലെ രാത്രി ഏകദേശം 1 മണിക്ക് ശേഷം 1 മണി മുതൽ ഈ പുതുക്കാട് സെന്ററിനകത്ത് അനധികൃതമായി പ്രവർത്തിക്കും ചില വ്യക്തികൾ കീടങ്ങളുണ്ട് രാഷ്ട്രീയ പാർട്ടിയിൽ. അത് ഏത് രാഷ്ട്രീയവുമായിക്കോട്ടെ. കാരണം ഞാൻ ഒരിക്കലും ഒരു രാഷ്ട്രീയ സംഘടനയിൽ വിശ്വസിക്കുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. എൻ്റെ പ്രവർത്തനം ജീവകാരുണ്യ പ്രവർത്തന മേഖല, അതും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് രക്തദാന മേഖലയാണ്. അളഗപ്പ നഗർ APHS സ്കൂളിന്റെ ടോയ്ലറ്റ് ബ്ലോക്കിന്റെ നിർമ്മാണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടെസി വിൽസൺ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ, വട്ടാണത്ര സഹകരണ ബാങ്ക് പ്രസിഡന്റ് CB സുരേഷ്, ടോണി സേവ്യർ, K ശേഖരൻ, പ്രധാന അധ്യാപിക സിനി M കുര്യാക്കോസ്, PTA പ്രസിഡന്റ് NS ശാലിനി എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ 2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 12 ലക്ഷം രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം. പുതുക്കാട് പ്രചോദി നികേതൻ കോളേജ് ദിനാഘോഷങ്ങൾ മുൻ DGP ഋഷിരാജ് സിംഗ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളെ പാഠ്യവിഷയങ്ങളിൽ മാത്രം തളച്ചിടാതെ ക്വിസ്, സംഗീതം, സ്പോർട്സ് എന്നീ മേഖലകളിലേക്ക് കൂടി തിരിച്ചുവിട്ടാൽ മയക്കുമരുന്നും മൊബൈൽ ഉപയോഗവും വളരെയധികം കുറയ്ക്കാൻ കഴിയുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. PT ഉഷയ്ക്ക്, MD വത്സമയ്ക്കും, ഷൈനി വിൽസണിനും, ശ്രീജേഷിനും ശേഷം അന്താരാഷ്ട്ര സ്പോർട്സ് മേഖലയിൽ ഒരൊറ്റ മലയാളിയും ഇല്ലാത്തത് ഖേദകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ സ്ഥാപക മാനേജർ ഡോക്ടർ ഫാദർ ഹർഷജൻ പഴയാറ്റിൽ അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ ഡോക്ടർ സിമി വർഗീസ്, ചെയർപേഴ്സൺ വൈഗരി S നായർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വൈഗരി മറ്റു യൂണിയൻ ഭാരവാഹികൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തതോടെ ആഗ്നേയ 2025-26 തുടക്കമായി. സ്റ്റാഫ് സെക്രട്ടറി ജീത ജോണി, PTA വൈസ് പ്രസിഡന്റ് PO മിനി, സ്റ്റാഫ് അഡ്വൈസർ ഡോക്ടർ മിലു മരിയ ആൻഡോ, ഡോക്ടർ ജിൻഡോ ജെയിംസ്, വൈഗരി S നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ചടങ്ങിന് ശേഷം മ്യൂസിക്കൽ കോൺസർട്ട് അരങ്ങേറി. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുത്തനെ ഇടിഞ്ഞു. പവന് 2480 രൂപയാണ് കുറഞ്ഞത്. ബുധനാഴ്ച 1 പവൻ സ്വർണത്തിന് 93,280 രൂപ നൽകണം. 1 ഗ്രാം സ്വർണത്തിന് 310 രൂപ കുറഞ്ഞ് 11,660 രൂപയാണ് വില. ചൊവ്വാഴ്ച 2 തവണയാണ് സ്വർണ്ണവിലയിൽ മാറ്റം സംഭവിച്ചത്. രാവിലെ പവന് വില കുത്തനെ വർദ്ധിച്ച് 97,360 രൂപയായിരുന്നു വില. ഉച്ച കഴിഞ്ഞ് 1,600 രൂപ കുറഞ്ഞ് 95,760 രൂപയിലെത്തുകയായിരുന്നു. കേരളത്തിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വൻ കൊള്ളയ്ക്ക് ദേവസ്വം ബോർഡുകൾ നേതൃത്വം നൽകുകയാണെന്ന് ആരോപിച്ച് മറ്റത്തൂരിലെ BJP പ്രവർത്തകർ ചുങ്കാലിൽ നിന്ന് അവിട്ടപ്പിള്ളിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് PG ജയൻ, ഏരിയ പ്രസിഡന്റ് വേണുഗോപാൽ, മണ്ഡലം നേതാക്കളായ KC സുനിൽകുമാർ, പ്രിയ സഞ്ജീവ്, ആതിര സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. കൊടകര ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അഖില കേരള കഥാ കവിത രചനാ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും സാംസ്കാരിക സമ്മേളനവും നടത്തി. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷത വഹിച്ചു. കവി പ്രകാശൻ ഇഞ്ചക്കുണ്ട് മുഖ്യാതിഥിയായിരുന്നു. കൺവീനർ സന്തോഷ് കിഴക്കിനിയേടം, കഥാകൃത്ത് ശശി ആനന്ദപുരം, വായനശാല നേതൃസമിതി പ്രസിഡന്റ് MK ജോർജ് എന്നിവർ പ്രസംഗിച്ചു. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്.
ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ട്, അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,660 രൂപയും പവന് 93,280 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.